NIA പ്രധാനമായും ആവശ്യപ്പെട്ടത് ഒരു കോൺസ്പിറസി ആംഗിൾ ഉണ്ട് ഇതിൽ. ആ ഗൂഢാലോചന കണ്ടെത്തേണ്ടതുണ്ട്. അതിലെ ഇന്ത്യൻ പങ്കിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായിട്ടുള്ള തഹാവൂർ റാണയുടെ ബന്ധം അത് സ്ഥാപിക്കുന്നതിനുള്ള ഇമെയിൽ സന്ദേശങ്ങൾ കോടതിയിൽ NIA ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ NIAയുടെ കുറ്റപത്രത്തിൽ തന്നെ പറയുന്നത് 2011 ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. NIAയുടെ കുറ്റപത്രത്തിൽ തന്നെ തഹാവൂർ റാണ പ്രതിയാണ്, അതായത് ഇൻ ആബ്സെൻഷ്യയാണ് പ്രതിയാക്കിയിരിക്കുന്നത്. അതായത് പ്രതിയെ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും അന്ന് പറഞ്ഞിരുന്നത് ലഷ്കർ എ തൈബയുടെ പ്രധാന ഒരു ആളായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ചേർന്നുകൊണ്ടാണ് ഈ മുംബൈ ആക്രമണം നടപ്പാക്കാൻ ആസൂത്രണം ചെയ്തതെന്നുള്ളതാണ്. അത് ലഷ്കർ ഇ തൈബ തലവൻ ഹഫീസ് സയ്യിദിൻ്റെ താല്പര്യപ്രകാരമായിരുന്നു ഇത്തരത്തിലൊരു നടപടി നടപ്പാക്കിയത്, അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കിയത്. റാണയ്ക്ക് പ്രധാനമായ പങ്കെന്ന് പറയുന്നത് പ്രധാനമായും മുംബൈ ആക്രമണത്തിൽ ഈ വ്യാജ വിസകൾ സംഘടിപ്പിക്കുക, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക, ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുന്നതിനൊരു വ്യാജ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് തഹാവൂർ റാണ പ്രധാനമായും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ സഹായത്തോടെ ചെയ്തത്. മാത്രമല്ല ഇന്ത്യയിലെത്തുമ്പോൾ ആരെയൊക്കെ കാണണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ റാണയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തിയതുപോലെ കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്. 8ലധികം തവണ അതിനു മുമ്പ് മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് ഇന്ത്യയെ സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ആസൂത്രണം ഈ മുംബൈ ഭീകരാക്രമണത്തിന് പിറകിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ ഒരു ഇന്ത്യൻ ആംഗിളാണ്. അതായത് ഇന്ത്യയിൽ വരികയും ഇന്ത്യയിൽ താമസിക്കുകയും ഇന്ത്യയിൽ ആരെയൊക്കെ കണ്ടു എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു കാര്യം ഇനി ഇതിൽ നിന്നും വ്യക്തമാകേണ്ടതുണ്ട്. അതായത് ഏതെങ്കിലും ലോക്കൽ ഹാൻഡ്ലേഴ്സ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിച്ചിരുന്ന, ഇവർക്ക് സഹായങ്ങൾ നൽകിയിരുന്ന, ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന ഏതെങ്കിലും ഇന്ത്യൻ പൗരന്മാർ ഇതിൽ ഉണ്ടോ എന്നുള്ള വളരെ നിർണായകമായ ഒരു ചോദ്യം കൂടി ഇപ്പോൾ NIAക്ക് ഈ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 20 ദിവസത്തെ കസ്റ്റഡി NIA ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ വാദം നടന്നിട്ടുണ്ട് എന്നാണ്, ഇത്ര ദീർഘമായ വാദം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഏകദേശം 20-25 മിനിറ്റോളം തന്നെ വാദം നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റാണയ്ക്ക് വേണ്ടിയും ഒരു അഭിഭാഷകനെ നൽകിയിട്ടുണ്ട്. ഡൽഹി ലീഗൽ സർവീസ് സൊസൈറ്റി നൽകിയ പീയൂഷ് സച്ദേവയാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയ്ക്ക് വേണ്ടി ഹാജരാകുന്നത്.